എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ചാനലിൽ കുറച്ച് വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അഥവാ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം. അപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് കുറച്ച് പേർക്ക് യൂട്യൂബിനെ കുറിച്ച് സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിന് ഞങ്ങൾക്കറിയാവുന്ന മറുപടികളുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ വീഡിയോ ഞങ്ങൾ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2 പാർട്ട് നിങ്ങൾ കാണണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. അപ്പോൾ നമ്മൾ അതിനുള്ള മറുപടിയും കൂടി പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അവരുടെ സംശയങ്ങളും അതിന് ഞങ്ങൾക്കുള്ള ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ചാനലിലെ വീഡിയോകൾ എങ്ങനെ കാണാൻ കഴിയും? ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനാണ്. ഇതിൽ നിങ്ങൾക്ക് യൂട്യൂബ് എന്ന് എഴുതിയൊരു ഐക്കൺ കാണാം. അവിടെ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഇതേപോലെ ഒരു ബട്ടൺ കാണാം. ഇത് നമ്മൾ സെർച്ച് ബട്ടൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സെർച്ച് ബട്ടണിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ സെർച്ച് യൂട്യൂബ് എന്നുള്ള ഒരു ലൈൻ കാണാം. അവിടെ നിങ്ങൾക്ക് താഴെ കാണുന്ന കീബോർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ അവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം താഴെ റൈറ്റ് സൈഡിലായിട്ട് നേരത്തെ കണ്ട അതേപോലത്തെ തന്നെ ഒരു ചിഹ്നം കാണാം. ഇവിടെ ചിലപ്പോൾ സെർച്ച് എന്നോ അല്ലെങ്കിൽ സെർച്ച് ഓൺ എന്നൊക്കെ ആയിരിക്കും ഇത് കാണിക്കുക. ഏതായാലും അത് സെർച്ച് ബട്ടൺ തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു വിൻഡോ തെളിഞ്ഞു വരും. ഇതിൽ മുകളിലായിട്ട് നിങ്ങൾക്ക് കാലിബർ ഫുഡ് ട്രാവൽ ആൻഡ് ആർട്ട് വ്ലോഗ് എന്ന് എഴുതിയ ഒരു ഭാഗം കാണാം. ആ ഭാഗത്ത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ വരും. ഇതിപ്പോൾ കാലിബർ ഫുഡ് ട്രാവൽ ആൻഡ് ആർട്ട് വ്ലോഗ് എന്ന ചാനലിൻ്റെ ഹോം പേജിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ചാനലിൽ റീസെൻ്റായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ വീഡിയോസും എവിടെയാണ് കാണുന്നതെന്ന് നോക്കാം. നിങ്ങൾ മുകളിൽ നോക്കുമ്പോൾ വീഡിയോസ് എന്ന ഒരു മെനു കാണാൻ കഴിയും. ആ വീഡിയോസ് എന്ന മെനുവിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനലിൽ എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഇതേപോലെ കാണാൻ കഴിയും. ഈ ചാനലിൽ ഇപ്പോൾ ആകെ 3 വീഡിയോ മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് 3 കാണുന്നത്. ഒരു 100 വീഡിയോ ഉള്ള ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ ആ 100 വീഡിയോസും നമുക്കിവിടെ കാണാവുന്നതാണ്. അത് നമുക്ക് മുകളിലേക്കും താഴേക്കും സ്ക്രോൾ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് ആദ്യത്തെ ഏറ്റവും മുകളിൽ കിടക്കുന്ന വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. അതിന് ആ വീഡിയോമേ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ വീഡിയോ പ്ലേ ആയി വരും. നമുക്ക് വീഡിയോ കാണാം. ഇതേപോലെയാണ് ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൽ കയറി അവരുടെ വീഡിയോകൾ നമ്മൾ കാണുന്നത്. യൂട്യൂബ് ചാനലുകൾ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാം? ഇനിയൊരു യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയാമെന്ന് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന യൂട്യൂബ് എന്നുള്ള ഐക്കണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം മുകളിൽ കാണുന്ന ഈ സെർച്ച് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യണം. അതിനുശേഷം ഇവിടെ നമ്മൾ കീബോർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ട ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ വിൻഡോയിൽ നിങ്ങൾക്ക് കാണാം മുകളിലായിട്ട് കാലിബർ ഫുഡ് ട്രാവൽ ആൻഡ് ആർട്ട് വ്ലോഗ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ചുവന്ന അക്ഷരത്തിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതി കാണാം. അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ സബ്സ്ക്രൈബ്ഡ് എന്ന് എഴുതി കാണിച്ചു. ഇങ്ങനെയാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഇവിടെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഈ സബ്സ്ക്രൈബ് എന്ന് എഴുതിയതിൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന കാലിബർ ഫുഡ് ട്രാവൽ ആൻഡ് ആർട്ട് വ്ലോഗ് എന്ന ഭാഗത്ത് ഒന്ന് ടച്ച് ചെയ്യണം. ടച്ച് ചെയ്യുമ്പോൾ അത് കാലിബർ ഫുഡ് ട്രാവൽ ആൻഡ് ആർട്ട് വ്ലോഗ് എന്ന ചാനലിൻ്റെ ഹോം പേജിലെത്തും. ഇവിടെ നിങ്ങൾക്ക് ചാനലിൻ്റെ ലോഗോയും ചാനലിൻ്റെ പേരും അതുപോലെ തന്നെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ആ സബ്സ്ക്രൈബ് എന്ന് എഴുതിയതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സബ്സ്ക്രൈബ് ആയിക്കോളും. അപ്പോൾ നമുക്കൊന്ന് ടച്ച് ചെയ്യാം. ഇപ്പോൾ അവിടെ സബ്സ്ക്രൈബ്ഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. റെഡ് കളർ പോയി വേറൊരു ഗ്രേ കളർ വന്നു. ഇങ്ങനെയാണ് നമ്മൾ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഒരു ചാനൽ എങ്ങനെ സെർച്ച് ചെയ്യണമെന്നും അതിൽ നിന്നുള്ള വീഡിയോകൾ എങ്ങനെ കാണണമെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ വീഡിയോകൾ കാണുന്ന സമയത്തും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഈ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് താഴെ കാലിബർ ഫുഡ് ട്രാവൽ ആൻഡ് ആർട്ട് വ്ലോഗ് എന്നുള്ളതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താലും മതി. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്.
ഇങ്ങനെയും നിങ്ങൾക്ക് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ബെല്ലൈക്കൺ എങ്ങനെ എനേബിൾ ചെയ്യാം? അതിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? ഇനി നമുക്ക് എങ്ങനെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം എന്ന് നോക്കാം. നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ സെൻട്രലായിട്ട് കാണാം സബ്സ്ക്രൈബ്ഡ് എന്ന് എഴുതിയ ആ ഐക്കൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലിൻ്റെ പിക്ചർ കാണാവുന്നതാണ്. ആ പിക്ചറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻ വരും. ഓൾ, പേഴ്സണലൈസ്ഡ്, നൺ. ഇതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനലിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ചില സമയങ്ങളിൽ ഇതേപോലെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും തെളിഞ്ഞു വന്നു വരില്ല. ഇതേപോലെ ഒരു ഐക്കണായിരിക്കും സബ്സ്ക്രൈബ്ഡ് എന്ന ബട്ടൻ്റെ റൈറ്റ് സൈഡിൽ കാണിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു വീഡിയോ കാണുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്നത്. ഇത് കൂടാതെ നേരത്തെ ഞാൻ വേറെ 2 രീതിയിൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിച്ചിരുന്നു. അവിടെയും നമ്മൾക്ക് ഇതേപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മുൻ ഓപ്ഷൻസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് വരൂ. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും എനേബിൾ ചെയ്യാനും കഴിയും. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തുകൊണ്ടുള്ള ഉപകാരം എന്താണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ മൊബൈലിൻ്റെ സ്ക്രീനിൽ കാണുന്ന യൂട്യൂബ് എന്ന ഐക്കണിലൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ താഴെ നിങ്ങൾക്ക് ഇൻബോക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുറേ നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ചാനലിലെയും നോട്ടിഫിക്കേഷൻ ഇതേപോലെ വന്ന് കിടക്കുന്നുണ്ടാവും. ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്ത് പോയി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നമുക്ക് ഇതേപോലെ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുന്നതുകൊണ്ടുള്ള ഉപയോഗം. ഡിസ്ക്രിപ്ഷൻ ബോക്സ് എവിടെയാണ്? അതിലെന്താണുള്ളത്? നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എവിടെയാണ് കാണുന്നതെന്ന് നോക്കാം. ഇതേപോലെ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്കിതാ വീഡിയോയുടെ തൊട്ട് താഴെയായി റൈറ്റ് സൈഡിൽ ഇതേപോലെ ഒരു ഐക്കൺ കാണാവുന്നതാണ്. അപ്പോൾ ആ ഐക്കണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്നാണ് പബ്ലിഷ് ചെയ്തത്, കുറച്ച് ഡീറ്റെയിൽസൊക്കെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലിതാ വേറെ വീഡിയോകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് ഡിസ്ക്രിപ്ഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സാധാരണയായി ഇങ്ങനെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിരിക്കും മറ്റു വീഡിയോകളുടെയും ഈ വീഡിയോയുടെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ ആയിരിക്കും നമ്മൾ സാധാരണ കൊടുക്കുക. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇതിൻ്റെ പാർട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളതും കാണണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം. ഓക്കെ.